ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം സിക്സ്ത് എക്സ്റ്റൻഷൻ, ആറാം സർവനാശം. അതിന് 2 വചനങ്ങളാണ് പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 24-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളും, അതുപോലെ സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. അവിടെ രണ്ടിടത്തും നമ്മൾ കാണുന്നത് ഭൂമി തികച്ചും ശൂന്യമായി തീരും, ജീവജാലങ്ങളെല്ലാം അപ്രത്യക്ഷമാകും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത് കടലിലെ മത്സ്യങ്ങൾ എങ്ങനെയാണ് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഭൂമിയെ ജലം കീഴടക്കും, അല്ലെങ്കിൽ സമുദ്രനിരപ്പ് ഉയരും. സമുദ്രനിരപ്പ് ഉയർന്ന് ഇന്ന് നാം കാണുന്ന പല വൻ നഗരങ്ങളും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും ഏതാനും നാളുകൾക്കുള്ളിൽ. അതാണ് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചു, ഭൂമിയിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുന്നു, അതിൻ്റെ ലെവല് ക്രമാതീതമായി വർദ്ധിക്കുന്നു. അതിനെ നമ്മൾ എമിഷൻ എന്ന് പറയുന്നു. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എല്ലാം ചൂടുള്ള വാതകങ്ങളാണ്. അങ്ങനെ അന്തരീക്ഷത്തിൽ ചൂട് കൂടിയാൽ എന്ത് സംഭവിക്കും? ജലാശയങ്ങളിൽ ബാഷ്പീകരണം കൂടും. ജലാശയങ്ങളിൽ ബാഷ്പീകരണം കൂടിയാൽ, എവാപ്പറേഷൻ കൂടിയാൽ എന്തു പറ്റും? ഈ എവാപ്പറേഷൻ നടക്കുന്ന നീരാവി അത് ഇങ്ങനെ മുകളിലേക്ക് പോകും. അങ്ങനെ മുകളിലേക്ക് പോയാൽ അതെല്ലാം മഴയായി തിരിച്ചു വരും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ കൂടിയാൽ മഴ കൂടും. അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ജലാശയങ്ങളിൽ ബാഷ്പീകരണം കൂടും, അത് മുകളിലോട്ട് പോയിട്ട് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഘനീഭവിച്ച് അത് താഴോട്ട് മഴയായി വരും. അപ്പം മഴ കൂടും. മഴ കൂടിയാൽ എന്തു പറ്റും? ഭൂമിയിൽ ശുദ്ധജലത്തിൻ്റെ അളവ്, ഫ്രഷ് വാട്ടറിൻ്റെ അളവ് കൂടും. ഇതെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? സമുദ്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തു പറ്റും? സമുദ്രത്തിൽ അതിൻ്റെ ജലനിരപ്പ് ഉയരും. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. സമുദ്രനിരപ്പ് അതിവേഗം ഉയർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഉണ്ടായ ആ സീ ലെവൽ റൈസ് അതിൻ്റെ അനേകം മടങ്ങ് കൂടുതലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരിയേറെ പഠനങ്ങൾ ഈ മേഖലയിൽ നടന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതിൻ്റെ ആ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ 1880 മുതൽ ഉള്ള കണക്കെടുത്താൽ 2020 വരെ നോക്കിയാൽ സീ ലെവൽ ഗ്ലോബലി, ലോകത്താകമാനം ഏതാണ്ട് 9 ഇഞ്ചോളം കൂടിയിട്ടുണ്ട്. 9 ഇഞ്ചോളം സീ ലെവൽ ഉയർന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കരയെ സമുദ്രം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി 20-ാം നൂറ്റാണ്ടിൽ, അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ, ഈ സീ ലെവൽ റൈസ് 1.4 മില്ലിമീറ്റർ 1.4 മില്ലിമീറ്റർ പെർ ഇയർ ആയിരുന്നു. ഒരു വർഷം ആവറേജ് 1.4 മില്ലിമീറ്റർ ഉയർന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇന്നത്തെ റേറ്റ് അത് 3.6 ആണ്. ആവറേജ് ഗ്ലോബൽ 3.6 മില്ലിമീറ്റർ ഓരോ വർഷവും സീ ലെവൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്താൽ അമേരിക്കയിൽ ഈ സീ ലെവൽ റൈസ് ആകുന്നത് കൊണ്ട് ഒത്തിരിയേറെ ഫ്ലഡിംഗ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സീ ലെവൽ റൈസ് റിലേറ്റഡ് ഫ്ലഡിംഗ് എന്ന് പറയുന്നത് അത് 300% മുതൽ
900% വരെ, അതായത് 300% മുതൽ 900% വരെ കൂടുതലാണ് 50 വർഷം മുമ്പലത്തേതിലും. എന്ന് പറഞ്ഞാൽ 50 വർഷം മുമ്പ് ഉണ്ടായിക്കൊണ്ടിരുന്ന ഫ്ലഡിംഗ് റേറ്റുമായിട്ട് ഇന്നത് കമ്പയർ ചെയ്യുമ്പോൾ ഇതാ അത് 900%-ലധികം വർദ്ധിച്ചിരിക്കുന്നു. ഈ രീതിയിൽ എമിഷൻ കൂടിയാൽ, ഈ രീതിയിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടിയാൽ, സ്റ്റഡീസ് പറയുന്നു, നാസ പറയുന്നു, ഈ ആർട്ടിക്കിലും അന്റാർട്ടിക്കിലുമൊക്കെ ഉള്ള എല്ലാ ഐസും ഉരുകാൻ തുടങ്ങും. ഇപ്പോഴേ ഉരുകി തുടങ്ങി, നമുക്കറിയാം. അത് ഉരുകി തുടങ്ങിയാൽ ആ ഫ്രഷ് വാട്ടർ എല്ലാം വരുന്നത് ഈ സമുദ്രത്തിലേക്കാണ്. അങ്ങനെ വന്നാൽ 2100 ആകുമ്പോൾ അമേരിക്കൻ സൈഡ് മാത്രം ഏതാണ്ട് 2 മീറ്റർ സീ ലെവൽ ഉയരും. ഇത് അമേരിക്കൻ ഏരിയയുടെ മാത്രമാണ് ഈ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സംഭവിച്ചാൽ, അങ്ങനെ സംഭവിക്കുമെന്ന് ശാസ്ത്രം പറയുന്നു. ഇവിടെ എനിക്ക് പ്രത്യേകം പിന്നെയും പറയാനുള്ളത്, പലർക്കും ഇതൊക്കെ സംശയം വരും. അങ്ങനെ സംശയം വരുന്നവർ ചെയ്യേണ്ടത്, സയൻറ്റിഫിക് ജേണൽസ് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. വെറുതെ ആരും പറഞ്ഞേക്കുന്നതല്ല. സയൻറ്റിഫിക് ജേണൽസ്, അതിലേക്ക് പോവുക, അവിടെ കാണാൻ പറ്റും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം കാണുന്ന ലോകത്തിലെ വൻ നഗരങ്ങളിൽ പലതും 2100 ആകുമ്പോഴേക്കും സമുദ്രത്തിന് അടിയിലായിത്തീരും. അത്രയും വളരെ സീരിയസ് ആണ്. അപ്പോൾ നമ്മൾ വചനത്തിൽ വായിച്ചത് ഭൂമി ശൂന്യമായി തീരും, ജീവജാലങ്ങൾ അപ്രത്യക്ഷമാകും, അത് എങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നാണ് നാം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സയൻറ്റിഫിക്കായിട്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് വചനത്തിൻ്റെ പ്രാധാന്യം. ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. അത് മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവവചനത്തോട് ചേർന്ന് നിൽക്കാൻ തീരുമാനിക്കാം.